റാപ്പർ വേടനെതിരായ ബലാത്സംഗ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ ഈ മണിക്കൂറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ്. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ 5 സന്ദർഭങ്ങളിലായി തന്നെ വേടൻ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ യുവതി പറയുന്നത്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കോഴിക്കോട്, കൊച്ചി, ഏലൂരിലെ സുഹൃത്തിന്റെ വീട് എന്നിവിടങ്ങളിൽ വെച്ച് ഈ പീഡനം നടന്നു. മാനസികമായി വലിയ തോതിൽ തളർന്നെന്നും ഡിപ്രഷനിലേക്ക് പോയെന്നും ഒക്കെ ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ, ഇതൊന്നും കേസല്ല നാജുമണി പറയുന്നത്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. ശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു 1-ാം തരം പിഴയാ. മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് 5 സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല, കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ലുക്കുണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത്. അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് ഈ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ 2023 ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഞാൻ